എല്ലാവർക്കും അറിയാം. നല്ല ഇതുപോലെ നമ്മളെ ശരീരത്തിനാണെങ്കിലും വളരെയധികം ഹെൽപ്പായിട്ടുള്ള ഒന്നാണ് നമ്മളെ ഉലുവ. ഇപ്പൊ ഏതൊരു നമുക്ക് മുടിക്കാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ ഫേസിനാണെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടും ഹെയർ പാക്ക് ആയിട്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മളെ ഉലുവ, അല്ലെ? ഉലുവേന്റെ ഉപയോഗം എടുത്തു പറയേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ മുടിയിലുള്ള താരന്, മുടി കൊഴിച്ചില്, ഇതിനൊക്കെ നമുക്ക് പരിഹാരമാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക്. അപ്പൊ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നൊരു ഹെയർ പാക്കാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ കഞ്ഞീന്റെ വെള്ളം ഉണ്ടല്ലോ, റൈസ് വാട്ടർ, അത് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ 1 സ്പൂണ് ഉലുവ എടുക്കുക. എന്നിട്ട് അത് ഇട്ടിട്ട് നമ്മൾ ഇന്നത്തെ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ അത് ഇട്ടിട്ട് നാളേക്ക് എടുത്ത് വെക്കാം. എന്നിട്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത് നല്ലതുപോലെ നമ്മളെ മുടിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കത് കഴുകി കളയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം വെക്കൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ മുടിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരാഴ്ചയിൽ 3 തവണയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. മുടി കൊഴിച്ചിലൊക്കെ നല്ലതുപോലെ അനുഭവിക്കുന്നവർക്കൊക്കെ ഇത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. കാരണം എനിക്ക് നല്ല റിസൾട്ട് ആയിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെമ്പരത്തി താളിയൊക്കെ ആണെങ്കിലും അത് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്കൊരു പിടി ഉലുവ അതിലിട്ടിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് ആയിരിക്കും. താരൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. മുടിക്ക് നല്ല വണ്ണവും നല്ല മുടി പെട്ടെന്ന് വളരാനാണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മളെ ഉലുവയിലാണെങ്കിലും ധാരാളം മുടിയുടെ വളർച്ചേനെ ഹെൽപ്പ് ചെയ്യുന്ന ധാരാളം ഗുണങ്ങളുള്ള ഒന്നാണ് നമ്മളെ ഒരു ഉലുവ. അതേപോലെ തന്നെ റൈസ് വാട്ടറിലാണെങ്കിലും ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നമ്മളെ മുടീനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും വളരാൻ. അപ്പം അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മളെ ഫേസിൽ എങ്ങനെ നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് ഉലുവ ഉപയോഗിക്കുന്നതെന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, നമ്മളെ ഉലുവ ഒരു ദിവസം പുതിർത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളത് ഫേസിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി കളയുമ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി കളയാം കേട്ടോ. അപ്പം ഇതേപോലെ 3 വട്ടം ആഴ്ചയിൽ ചെയ്യുകയാണെങ്കിലും നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് ചെടികൾക്ക് എങ്ങനെ നമ്മളെ ഉലുവേൻ്റെ വെള്ളം ഉപയോഗിക്കാമെന്നാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം പച്ച വെള്ളം കേട്ടോ, സാധാ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കഞ്ഞീൻ്റെ വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളം എടുക്കാം, എന്തും എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ഞാൻ 1 സ്പൂണ് നമ്മളെ ഉലുവ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഉലുവ ഇതേപോലെ ഒക്കെ എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതിൻ്റെ ആ ഒരു ഉലുവേൻ്റെ ആ ഒരു സത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്കാണ് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നേരം വെച്ചിട്ട് ഇങ്ങനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം തന്നെ അതൊരു യെല്ലോ കളറായിട്ട് ഇങ്ങനെ ജസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിലത്തെ ആ ഒരു സത്തൊക്കെ നല്ലതുപോലെ ഇതിലേക്കാണ്ട് ഇറങ്ങണം. അപ്പം ഇത് നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് നല്ലതുപോലെ വെട്ടിത്തിളച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ ഈ ഉലുവ ഉണ്ടല്ലോ അതാണ് മാറ്റിയിട്ട് നമ്മളിത് ഈ വെള്ളം മാത്രം അരിച്ചെടുക്കുക കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ഈ 1 ലിറ്റർ വെള്ളം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ഉലുവേന്റെ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നല്ല സ്ട്രോങ്ങിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ലിറ്റർ വെള്ളമൊക്കെ എടുക്കണം കേട്ടോ. അപ്പൊ ഇത് അത്ര സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്താണെങ്കിലും നല്ലതുപോലെ മുരട്ടിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇപ്പൊ കുറച്ച് നമ്മൾ ചട്ടീന്റെ ആ ഒരു സൈഡിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ചില ചെടികൾക്ക് പെട്ടെന്ന് ചില വളങ്ങൾ ചെല്ലുമ്പോൾ പെട്ടെന്ന് അതിന്റെ ആ ഒരു തണ്ടും വേരൊക്കെ അഴുകി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ചെടിച്ചട്ടീന്റെ ആ അരുവിലൂടെ വേണം കേട്ടോ നമ്മളിത് ഇങ്ങനത്തെ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യുമ്പോൾ സമയത്ത് ചെയ്യാൻ. പിന്നെ നമ്മൾ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുക കേട്ടോ. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പൊ അതേപോലെ നിങ്ങളാണെങ്കിലും ഇതേപോലത്തെ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഉലുവേന്റെ ഈ ഒരു വെള്ളം എടുത്ത സമയത്ത് നമുക്ക് ഇതിന്റെ കൂടെ നമ്മളെ ഈ ഒരു എപ്സം സോൾട്ട് ഉണ്ടല്ലോ അതാണെങ്കിൽ നമുക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. കാരണം നമ്മളെ ചെടീന്റെ ഈ ഒരു നല്ല ഫ്ലവറൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഫ്രഷ് ആയിട്ടും പിന്നെ ഈ ലീഫൊക്കെ നല്ല ഗ്രീനിഷ് ആയിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എപ്സം സോൾട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറായിരിക്കും കേട്ടോ. പൂക്കൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ എപ്സം സോൾട്ട് എങ്ങനെ ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ലിങ്കൊക്കെ
ലിങ്കൊക്കെ ഞാനിവിടെ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഇടാം കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഉലുവ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മാസത്തിൽ 3 തവണ വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ ചെടികൾക്ക് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചെടികളിൽ നിറച്ചും പൂമൊട്ടുകൾ നിറയും. അതേപോലെ തന്നെ നല്ല വലിയ ഫ്ലവർ ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എപ്സം സോൾട്ട് ആണെങ്കിലും 1 സ്പൂണ് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പൊ നമ്മള് കടകളിലൊക്കെ അത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ അത് ഈ ഒരു ഫെർട്ടിലൈസറിന്റെ കൂടെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക്. അപ്പൊ നല്ല കളറായിരിക്കും, പൂക്കൾക്കൊക്കെ നല്ല വലിപ്പവും നല്ല കളറും. ഇപ്പൊ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ ഈ ഒരു ഉലുവേന്റെ ഫെർട്ടിലൈസറും പിന്നെ അതേപോലെ ഹെപ്സം സോൾട്ടൊക്കെ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒക്കെ അടിക്കുക കേട്ടോ. അപ്പൊ വീണ്ടും നിങ്ങളെ ഉള്ള ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അപ്പൊ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്.